ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരോടും ഞാൻ ആദ്യമേ സോറി പറയുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, വിഷുത്തിരക്ക് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പനിയും വേദനയൊക്കെ ആയിട്ട് കുറച്ച് ഹോസ്പിറ്റലൊക്കെ ആയി നടന്നു. അങ്ങനെ കുറേ ക്ഷീണം പിടിച്ചൊക്കെ നടന്നതുകൊണ്ട് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഈ വീഡിയോ ഇടണ്ടാന്ന്. പക്ഷേ നമ്മൾ കാണാൻ പോയിട്ട് നമ്മുടെ നാട്ടിൽ നടന്നൊരു പരിപാടി കാണാൻ പോയിട്ട് ആ വീഡിയോ ഇടാതിരിക്കുമ്പോൾ മനസ്സിന് എന്തോ ഒരു പ്രയാസം പോലെ. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ തീരുമാനിച്ചത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞങ്ങൾ വിഷുവിൻ്റെ 2 ദിവസം മുന്നേ ആയിരുന്നു കേട്ടോ കാണാൻ പോയത്. കാരണം ഒരു ദിവസമെങ്കിലും കാണാൻ പോകണമെന്ന് വലിയൊരാഗ്രഹമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ ആയിട്ടും അടുത്ത് തന്നെ ആയിട്ടും അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. ഫാമിലിയിലായാലും കുറേ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ കൂടലും കല്യാണങ്ങളും അങ്ങനെ കുറേ പരിപാടികളായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ദിവസമെങ്കിലും എന്തായാലും പോയി ആദ്യം മുന്നേ ഇതൊക്കെ കാണിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ വിഷുവിന് 2 ദിവസം മുന്നേ ആയിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ അവിടെ പോയി അവിടെ കുറേ ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗെയിമുകളൊക്കെ 40 രൂപ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനത്തെ കയറുന്ന ഇതിലൊക്കെ വരുന്നത് 80 രൂപയാട്ടോ. അപ്പം ആദ്യമേ കുറച്ചും കൂടിയൊക്കെ വലുതായാൽ നാട്ടിൽ ഇനി ഫെസ്റ്റ് നടക്കുമ്പോൾ കയറാൻ ആഗ്രഹം അവൻ്റെ എല്ലാം പറയും. അപ്പം നമുക്ക് കയറ്റി കൊടുക്കും. ഇപ്പോൾ അവൻ ചെറുതാണല്ലോ, നമുക്ക് മടിയിലിരുത്തി നമുക്ക് കയറാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. കാരണം അവനേറ്റ പേടിയായാൽ കരഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവില്ല. അങ്ങനെ ഞങ്ങളും കയറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ ഒന്നിൽ കയറി ഒരു ബ്രേക്ക് ഡാൻസ് എന്ന് പറഞ്ഞ ഒരു സംഗതിയിൽ കേട്ടോ. എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല, അതാണ് ഞാൻ സംഗതി എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ബ്രേക്ക് ഡാൻസിൻ്റെ ഒരു ഇതിൽ കയറിയത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു. ആ ഒരു ധൈര്യത്തിൽ കയറിയതാട്ടോ. പക്ഷേ കയറിയതേ ഓർമ്മയുള്ളൂ, പിന്നെ ഇറങ്ങിയപ്പോൾ കിളി പോയ അവസ്ഥയായിരുന്നു. ഇനി കയറുമെന്ന് വെച്ചാൽ ഇതാട്ടോ ബ്രേക്ക് ഡാൻസ്, കയറിയവർക്കറിയാം കേട്ടോ. ഇനി കയറുമെന്ന് വെച്ചാൽ ഒരിക്കലും കയറിയില്ല, കാരണം ആ ഒരു ആഗ്രഹം കഴിഞ്ഞു കേട്ടോ. പിന്നെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ്, കാരണം അത്രയും നല്ല കാര്യങ്ങളൊക്കെ അവർക്ക് എൻജോയ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അതിലേക്ക് കുറേ നടന്നു, എല്ലാ കാഴ്ചകളും കണ്ടു കേട്ടോ. ആദ്യമേ ഇങ്ങനെ ലൈറ്റിൻ്റെ സംഗതികളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഏറ്റവും കൂടുതൽ അവന് ഇഷ്ടമായത് ഇതാ, കുറേ നേരം അതന്നെ നോക്കി നിന്നു കേട്ടോ. പിന്നെ അവന് ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്തു, കളിക്കുന്നൊരു ടോയ് മേടിച്ച് കൊടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് അപ്പുറത്തെ സെക്ഷനിലായിട്ട് സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ അതൊന്നും കാണാൻ നിന്നില്ല, ഞങ്ങൾക്ക് വേഗം പോകണമായിരുന്നു. കാരണം ആദ്യമോന് ഫുഡൊക്കെ കൊടുത്ത് എന്താ പറയുക, അവന് വേഗം ഉറക്കാനൊക്കെ ഉണ്ടായിരുന്നു. എന്നു വെച്ചാൽ അവന് ഉച്ചയ്ക്ക് ഉറങ്ങിയില്ലായിരുന്നു. അപ്പോൾ അവന് വേഗം ഉറക്കം വരുമല്ലോ. അപ്പോൾ ഫുഡ് കഴിക്കാണ്ട് ഉറങ്ങണ്ട വിചാരിച്ചിട്ട് വേഗം ഫുഡ് കൊടുക്കണം. അതുകൊണ്ട് വേഗം ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ടോയ്സിനൊക്കെ ഭയങ്കര വില കേട്ടോ. 100 മേലോട്ടാണ് ഏത് ടോയ് എടുത്താലും വില കേട്ടോ. ഇത് അന്ന് നടന്ന പരിപാടികളല്ല, പിന്നത്തെ ദിവസങ്ങളായിട്ട് മുന്നേ ആയിട്ട് നടന്ന പരിപാടികളാട്ടോ. കുട്ടികളതും വലിയവരതൊക്കെ ആയിട്ട് അടിപൊളി സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തെന്നുള്ളൂ. അപ്പം എന്താ പറയുക, നന്മയുടെ ഫെസ്റ്റ് എന്തായാലും അടിപൊളി ഒരു ഫെസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും എൻജോയ് ചെയ്തു. ഒരുപാട് ജനങ്ങൾ ഇത് കാണാനായിട്ട് വന്നു കേട്ടോ. അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബൈ.